ഹായ് എവ്രി വൺ, നമുക്ക് അടുത്ത ജോഗ്രഫി ടോപ്പിക്ക് നോക്കാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ ആണ്. നമ്മൾ PYQs വെച്ചിട്ടാണ് ഈ ടോപ്പിക്സ് ഒക്കെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ ഭയങ്കര ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളോട് UPSC ചോദിക്കാറുള്ളത് മിക്ക പ്രിലിംസിലും. ബേസിക് ആയിട്ട് തോന്നുമെങ്കിലും നമുക്ക് ആ കാര്യങ്ങളൊക്കെ കുറച്ച് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കുറേ ഏരിയാസ് നമുക്ക് കുറച്ചിങ്ങനെ റിവൈസ് ചെയ്ത് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഏരിയാസ് ഉണ്ട്. മിക്ക ഇയറിലും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയും കൂടെയാണ്. പക്ഷെ ബേസിക്സ് ആണെന്ന് വിചാരിച്ചിട്ട് വിട്ട് കളയരുത് ഈ ടോപ്പിക്ക്. അപ്പം നമുക്ക് ടോപ്പിക്ക് നോക്കാം. അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പം നമുക്ക് ശരിക്കും ആലോചിക്കാൻ ഭയങ്കര എളുപ്പമുള്ള സംഭവമാണ് അല്ലേ. നമ്മുടെ ചുറ്റും കാണപ്പെടുന്നതാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പം അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെയുണ്ട്? ഒബ്വിയസ്ലി അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസസിൻ്റെ ഒരു ബഞ്ചാണ്. അപ്പോൾ ഒരു കുറേ കൈൻഡ് ഓഫ് ഗ്യാസസ് ഉണ്ട്. അതുകൂടാതെ തന്നെ എന്തുണ്ട്? ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഒരുപാട് പൊടിപടലങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട്. പിന്നെ ഉള്ളൊരു കാര്യമാണ് വാട്ടർ വേപ്പർ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ പാർട്ടാണ് വാട്ടർ വേപ്പർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് നോക്കാം. വാട്ടർ വേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് തന്നെയാണ്. ഇനി നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിൻ്റെ ഭൂരിഭാഗവും ഒരു 99.9% കാണപ്പെടുന്നത് ഒരു ഫസ്റ്റ് 32 കിലോമീറ്റേഴ്സ് ആണ്. അറ്റ്മോസ്ഫിയർ ഇറ്റ് എക്സ്റ്റെൻഡ്സ് ടു സ്പേസ്, റൈറ്റ്? അപ്പോൾ അതിനകത്ത് ഒരു ഫസ്റ്റ് 32 കിലോമീറ്ററിലാണ് ഭൂരിഭാഗം അറ്റ്മോസ്ഫിയറിന്റെ മാസും കോൺസെൻട്രേറ്റ് ചെയ്തപ്പെട്ട് നമ്മുടെ എർത്തിനോട് ചേർന്ന് തന്നെയാണ് ഈ അറ്റ്മോസ്ഫിയറിന്റെ മോസ്റ്റ് ഓഫ് ദ പാർട്സും കാണപ്പെടുന്നത്. ഇനി നമ്മൾ ഗ്യാസസ് എടുക്കുവാണെങ്കിൽ അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പെർമനന്റ് ഗ്യാസസ് എന്നും വേരിയബിൾ ഗ്യാസസ് എന്നും. അതായത് അറ്റ്മോസ്ഫിയറിൽ അതിന്റെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ഷെയർ ചേഞ്ച് ചെയ്യാതെ നിൽക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് പെർമനന്റ് ഗ്യാസസ് എന്ന് പറയുന്നത്. ഇപ്പോൾ 10 മോളിക്യൂൾ ഓഫ് ആ ഒരു ഗ്യാസ് ആണ് അവിടെ ഉള്ളതെങ്കിൽ അത് എപ്പോഴും അത് അങ്ങനെ തന്നെ ആയിരിക്കും. അത് വലുതായിട്ട് ഓൾട്ടർ ചെയ്യപ്പെടത്തില്ല. അതിന്റെ കോമ്പോസിഷൻ അല്ലെങ്കിൽ അതിന്റെ പെർസെന്റേജ് ഷെയർ എന്ന് പറയുന്നത് സെയിം ആയിട്ട് നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർമനന്റ് ഗ്യാസസ് എന്ന് പറയുന്നത്. വേരിയബിൾ ഗ്യാസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾട്ടിറ്റ്യൂഡിനനുസരിച്ചും ലാറ്റിറ്റ്യൂഡിനനുസരിച്ചും ഒക്കെ ഇതിന്റെ കോമ്പോസിഷന് വേരിയേഷൻ വരാം. അങ്ങനത്തേനാണ് നമ്മൾ എന്താ പറയുന്നത് വേരിയബിൾ ഗ്യാസസ് എന്ന് പറയുന്നത്. ഇനി പെർമനന്റ് ഗ്യാസസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ പോലത്തെ ഗ്യാസസ് ആണ്. നൈട്രജൻ ആണ് ഏറ്റവും കൂടുതൽ അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസ്. അതൊരു പെർമനന്റ് ഗ്യാസ് ആണ്. അത് 78% ഓഫ് അറ്റ്മോസ്ഫിയറും നൈട്രജൻ ആണ്. 21% ആണ് ആര്? ഓക്സിജൻ. ഈ 21% ഓക്സിജനിൽ തന്നെ ഏകദേശം ഒരു 50% ഉണ്ടാക്കുന്നത് മെറൈൻ പ്ലാങ്ക്ടോൺസ് ആണ്. മറൈൻ പ്ലാങ്ക്ടൺസും ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയാസുമാണ് ഈ ഒരു 21% ഓക്സിജന്റെ 50% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്സിജൻ എന്ന് പറഞ്ഞാൽ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ലൈഫിന് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കോമ്പണന്റ് ആണ് അല്ലെ. അറ്റ്മോസ്ഫിയറിലുള്ള വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ലൈഫ് കോമ്പണന്റ് ആണ് ഓക്സിജൻ എന്ന് പറയുന്നത്. അത് 21% ഓഫ് അറ്റ്മോസ്ഫിയറിലും ഓക്സിജൻ ഉണ്ട്. അതിനകത്ത് തന്നെ 50% ഉണ്ടാക്കുന്നത് ആരാണ്? മറൈൻ പ്ലാങ്ക്ടോൺസും അതേപോലെ തന്നെ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയാസും ആണ്. ഇനി അടുത്തൊരു കമ്പോണന്റ് ആണ് ആർഗൺ എന്ന് പറയുന്നത്. ആർഗൺ മോസ്റ്റ്ലി ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇനേർട്ട് ആയിട്ടുള്ള നോബിൾ ഗ്യാസ് ആണ്. അത് ഒരു പെർമനന്റ് ഗ്യാസ് ആണ്. അത് ഇനേർട്ട് ആണ്, നോബിൾ ആണ്. അതായത് ഇനേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അധികം കെമിക്കൽ ആക്ടിവിറ്റീസിനൊന്നും ഏർപ്പെടാത്തൊരു ഗ്യാസ് ആണ് ആർഗൺ എന്ന് പറയുന്നത്. അപ്പൊ ആർഗണും നൈട്രജനും ഓക്സിജനും ആണ് നമ്മുടെ പെർമനന്റ് ഗ്യാസസ് എന്ന് പറയുന്നത്. വേരിയബിൾ ഗ്യാസസ് എന്ന് വെച്ചാൽ അതിന്റെ കോമ്പോസിഷൻ എപ്പോഴും ഇങ്ങനെ ഓൾട്ടർ ചെയ്തുകൊണ്ടിരിക്കും. ആലോചിച്ചൊക്കെ വാട്ടർ വേപ്പർ നമ്മുടെ ഡ്രൈ സീസൺ, സമ്മർ സീസണിലും വിന്റർ സീസണിലും അല്ലെങ്കിൽ റെയിനി സീസണിലും എങ്ങനെയായിരിക്കും വാട്ടർ വേപ്പറിന്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ആ ഒരു പെർസെന്റേജ് ഷെയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കത്തില്ലേ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനെ എന്തെന്ന് പറയുന്നത് വേരിയബിൾ ഗ്യാസ് എന്ന് പറയുന്നത്. ഇനി ഓൾട്ടിറ്റ്യൂഡിനും ലൊക്കേഷനും അനുസരിച്ച് ഇതിന്റെ ക്വാണ്ടിറ്റി വേരി ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ വാട്ടർ വേപ്പറിന് ഒരു കപ്പാസിറ്റി ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് റേഡിയേഷന് നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ചെയ്യുന്നത് പോലെ ടെറസ്ട്രിയലിൽ നിന്ന് പോകുന്ന റേഡിയേഷൻസിനെ പിടിച്ചു വെക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? വാട്ടർ വേപ്പറിനുണ്ട്. വാട്ടർ വേപ്പറും ശരിക്കും നമുക്കൊരു ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഉള്ള ഒരു ഗ്യാസ് ആണെന്ന് തന്നെ പറയാൻ പറ്റും. അതുപോലെ അടുത്ത ഗ്യാസ് ആണ് ആര്? കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെയും കോമ്പോസിഷൻ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. ഈ കാർബൺ ഡൈ ഓക്സൈഡും എന്ത് ചെയ്യുന്നുണ്ട്? ടെറസ്ട്രിയൽ റേഡിയേഷൻസിനെ ട്രാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഗ്യാസസ് ഒക്കെ എന്താണ്? നമ്മുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിനെ അല്ലെങ്കിൽ എർത്തിന്റെ സർഫസിനെ ഹീറ്റ് ചെയ്യാൻ ഒരു
പാർട്ടായിട്ടുള്ള ഗ്യാസസ് ആണ് വാട്ടർ വേപ്പറും കാർബൺ ഡൈ ഓക്സൈഡ് എന്നൊക്കെ പറയുന്നത്. അടുത്തൊരു വേരിയബിൾ ഗ്യാസ് ആണ് ഓസോൺ എന്ന് പറയുന്നത്. ഓസോൺ കൂടുതലും കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. പക്ഷെ എന്താണ്, ട്രോപ്പോസ്ഫിയറിലും ഓസോൺ ഉണ്ടാവാം. സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഓസോൺ എന്ത് ചെയ്യും, UV റേസിനെ തടഞ്ഞു വെക്കും, അബ്സോർബ് ചെയ്ത് വെക്കും അല്ലെ. പക്ഷേ ട്രോപ്പോസ്ഫിയറിൽ ഉണ്ടാകുന്ന ഓസോൺ ഇസ് ലൈക്ക് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്. അത് നമ്മുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ എർത്തിന്റെ സർഫസിനെ ഹാംഫുൾ ആയിട്ടുള്ളതാണ് ട്രോപ്പോസ്ഫിയറിക് ഓസോൺ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം ആന്ത്രോപോജനിക് ആയിട്ടുള്ള ഗ്യാസസും ഉണ്ട്. ലൈക്ക് മീഥെയിൻ, നമ്മുടെ അഗ്രികൾച്ചർ അല്ലെങ്കിൽ പോൾട്രി അങ്ങനത്തെ അലൈഡ് സെക്ടേഴ്സ് ഒക്കെ കാരണം ഉണ്ടാവുന്ന ഒരു ഗ്യാസ് ആണ് മെത്തൈൻ എന്ന് പറയുന്നത്. പിന്നെ നൈട്രസ് ഓക്സൈഡ്, പിന്നെ ഹൈഡ്രജൻ, അതുപോലത്തെ ഒരുപാട് ഗ്യാസസ്. ഇതിന്റെയൊക്കെ കോമ്പോസിഷൻ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസിനനുസരിച്ച് ഇതിന്റെയൊക്കെ കോമ്പോസിഷൻ വേരി ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ അതിന് എന്ത് പറയുന്നത്, വേരിയബിൾ ഗ്യാസസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അറ്റ്മോസ്ഫിയറിന്റെ സ്ട്രക്ചർ എടുക്കുകയാണ്, ലെയേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 18 കിലോമീറ്റേഴ്സിലുള്ളതാണ് എന്തെന്ന് പറയുന്നത്, ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ ട്രോപ്പോസ്ഫിയറിലാണ് കൂടുതൽ വെതർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ബയോളജിക്കൽ ആക്ടിവിറ്റീസ് ഇതൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നത് ഈ എർത്തിനോട് ചേർന്നുള്ള ആ ഒരു ട്രോപ്പോസ്ഫിയറിലാണ്. ഈ ട്രോപ്പോസ്ഫിയറിന് പോളില് 8 കിലോമീറ്റേഴ്സ് ആയിരിക്കും ഹൈറ്റ്. ഇക്വേറ്ററിൽ അതെന്ന് പറയുന്നത് 18 കിലോമീറ്റേഴ്സ് ആയിരിക്കും. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വേറ്ററിലായിരിക്കും എന്ത് കൂടുതലായിട്ട് ചൂടുണ്ടാകുന്നത് അല്ലെങ്കിൽ കൂടുതൽ ഇൻസൊലേഷൻ ഡയറക്റ്റ് വരുന്നത് ഇക്വേറ്ററിലാണ്. അപ്പൊ എന്ത് ചെയ്യും, ഇക്വേറ്ററിലുള്ള എയർ കൂടുതൽ ചൂടാവുകയും ആ വാം എയർ കൂടുതൽ ഹൈറ്റിലേക്ക് കൺവെക്ഷൻ നടത്തി പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് ട്രോപ്പോസ്ഫിയറിന്റെ ഹൈറ്റ് നമ്മുടെ ഇക്വേറ്ററിൽ 18 കിലോമീറ്റർ വരെ പോകുന്നത്. പോളിലാണെങ്കിൽ എങ്ങനെയാണ്, അത്യാവശ്യം കൂൾ ആയിട്ടുള്ള എയർ ആണ്. കൂൾ എയർ മോസ്റ്റ്ലി നമുക്ക് സ്റ്റേബിൾ ആണെന്ന് പറയാം. അതായത് അത് ഒരുപാട് പൊങ്ങി പോകത്തില്ല, അതൊരു ലെവലിൽ നിൽക്കും കൂൾ എയർ. വാം എയർ ആണ് നല്ല ഹൈറ്റിലേക്ക് പൊങ്ങി പോകുന്നത്. അപ്പൊ ഇക്വേറ്ററിൽ ഈ ഒരു എയറിന്റെ കൺവെക്ഷൻ കൂടുതലായതുകൊണ്ട് തന്നെ അവിടെ ട്രോപ്പോസ്ഫിയറിന് ഹൈറ്റ് കൂടുതലായിരിക്കും. പോളിലാണെങ്കിൽ ഹൈറ്റ് 8 കിലോമീറ്റേഴ്സ് വരെ ആയിരിക്കും. അതാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. പറഞ്ഞു ഓൾ വെതർ ആക്ടിവിറ്റീസ് ലൈക്ക് റെയിൻ ഉണ്ടാവുന്നത്, അങ്ങനത്തെ വെതർ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നത് നമ്മുടെ ട്രോപ്പോസ്ഫിയറിലാണ്. അതേപോലെ തന്നെ ബയോളജിക്കൽ ആക്ടിവിറ്റീസും കൂടുതലുള്ളത് നമ്മുടെ ട്രോപ്പോസ്ഫിയറിലായിരിക്കും. ഇനി ഒരു കാര്യം, ട്രോപ്പോസ്ഫിയറിൽ ഹൈറ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറഞ്ഞു വരും. ആ ഒരു ടെമ്പറേച്ചർ ഡിക്രീസിനെ അല്ലെങ്കിൽ ആ ടെമ്പറേച്ചർ ലോസിനെ നമ്മൾ വിളിക്കുന്നതാണ് ലാപ്സ് റേറ്റ്. ലാപ്സ് റേറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കിലോമീറ്റർ പോകുന്നതിനനുസരിച്ചും 6.5 ഡിഗ്രി സെൽഷ്യസിന്റെ കുറവുണ്ടാകും. അപ്പം മേളിലോട്ട് പോകുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറഞ്ഞ് കൂളായി വരികയാണ് ചെയ്യുന്നത്. എവിടെ, ട്രോപ്പോസ്ഫിയറിൽ. ഇത് ട്രോപ്പോസ്ഫിയറിൽ മാത്രം കേസാണ് പറഞ്ഞത്. ട്രോപ്പോസ്ഫിയറിലെ ടെമ്പറേച്ചർ ലോസ് എന്ന് പറയുന്നത് 6.5 ഡിഗ്രി സെൽഷ്യസ് പെർ കിലോമീറ്റർ ആണ്. ആൻഡ് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലാപ്സ് റേറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ലെയർ ആണ് എന്ത്, സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിൽ കാര്യങ്ങൾ കുറച്ച് റിവേഴ്സ് ആണ്. സ്ട്രാറ്റോസ്ഫിയറിലാണ് എന്താണ്, ഓസോൺ കാണപ്പെടുന്നത് അല്ലെ. അപ്പൊ ഓസോൺ എന്ത് ചെയ്യും, UV റേസിൽ നിന്ന് നമ്മുടെ എർത്തിനെ പ്രൊട്ടക്ട് ചെയ്യും, ലൈക്ക് ആൻ അംബർല. ഇനി സ്ട്രാറ്റോസ്ഫിയറിൽ ഈ ഒരു ക്ലൗഡ്സ് ഒക്കെ നിയർലി ആബ്സെന്റ് ആയിരിക്കും. നിയർലി ആബ്സെന്റ് എന്ന് മാത്രമാണ് പറഞ്ഞത്, നോട്ട് കംപ്ലീറ്റ്ലി ആബ്സെന്റ്. കാരണം പോളാർ റീജിയണിൽ സ്ട്രാറ്റോസ്ഫിയറിക് ക്ലൗഡ്സ് ഉണ്ടാവാറുണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ആബ്സെന്റ്, ബട്ട് ജനറലി നമുക്ക് എന്ത് പറയാം, സ്ട്രാറ്റോസ്ഫിയറിൽ ക്ലൗഡ്സും വാട്ടർ വേപ്പറും ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇറ്റ് ക്യാൻ ഒക്കർ ഇൻ പോളാർ റീജിയൻ. പോളാർ സ്ട്രാറ്റോസ്ഫിയറിക് ക്ലൗഡ്സ് ഉണ്ടാവാറുണ്ട്. ബട്ട് ഇൻ ജനറൽ സ്ട്രാറ്റോസ്ഫിയർ ഈസ് ലൈക്ക് ക്ലൗഡ്ലെസ് റീജിയൻ ആണ്. വാട്ടർ വേപ്പറിന്റെ ഇൻഫ്ലുവൻസ് ഭയങ്കര കുറവായിട്ടുള്ള റീജിയൻ ആണ്. ആൻഡ് ഇവിടെ ഈ ഒരു ഓസോൺ UV റേസിനെ ട്രാപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ട്രോപ്പോസ്ഫിയറിൽ ടെമ്പറേച്ചർ കുറയുമായിരുന്നു ചെയ്തത് ഹൈറ്റിനനുസരിച്ച്. പക്ഷെ സ്ട്രാറ്റോസ്ഫിയറിലാണെങ്കിൽ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലൗഡും വാട്ടർ വേപ്പറും ഒന്നും ഇല്ലാത്തൊരു ഫ്രീ സോണാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ സ്ട്രാറ്റോസ്ഫിയർ യൂസ് ചെയ്യുന്നത് എയർക്രാഫ്റ്റ്സിനെ ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റ്സ് ഫ്ലൈ ചെയ്യുന്ന റീജിയൻ ആണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി അടുത്ത റീജിയൻ ആണ് മീസോസ്ഫിയർ. നമുക്ക് വലിയ ഉപദ്രവം ഇല്ലാത്തൊരു റീജിയൻ ആണ് മീസോസ്ഫിയർ എന്ന് പറഞ്ഞാൽ, കാരണം കുറച്ച് കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. മീസോസ്ഫിയറിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടെമ്പറേച്ചർ വേരിയേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ട്രോപ്പോസ്ഫിയർ പോലെ തന്നെയാണ് ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതൊരു നടുക്ക് നിൽക്കുന്ന ലെയറാണ്. സണ്ണിൽ നിന്നുള്ള എഫക്റ്റും കുറവാണ്, എർത്തിൽ നിന്നുള്ള എഫക്റ്റും കുറവാണ്. അപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറയുകയാണ് ചെയ്യുന്നത്. ഇനി ഈ മീസോസ്ഫിയർ റീജിയണിലാണ് എന്തുണ്ടാകുന്നത്? മീറ്റിയോർസ് ബേൺ ചെയ്യുന്നത്. പുറത്തുനിന്ന് വരുന്ന ഔട്ടർ സ്പേസിൽ നിന്ന് വരുന്ന റോക്ക് ലൈക്ക് പാർട്ടിക്കിൾസ് മീസോസ്ഫിയറിൽ വരുമ്പോൾ അത് കത്തി എരിഞ്ഞിട്ട് മീറ്റിയോസ് ആയിട്ട് മാറുന്നത് നമ്മുടെ മീസോസ്ഫിയർ വെച്ചിട്ടാണ്. അടുത്ത ലെയറാണ് തെർമോസ്ഫിയർ. ഈ മീസോസ്ഫിയർ കഴിയുമ്പോൾ ഒരു റീജിയൻ ഉണ്ട്, നമുക്കൊരു ബൗണ്ടറി ആണെന്ന് പറയാം. ആ ബൗണ്ടറി റീജിയനെയാണ് നമ്മൾ കർമാൻ ലൈൻ എന്ന് പറയുന്നത്. കർമാൻ ലൈൻ. ഈ കർമാൻ ലൈൻ ആണ് നമ്മുടെ ഔട്ടർ സ്പേസും നമ്മുടെ അറ്റ്മോസ്ഫിയറും തമ്മിലുള്ള ഒരു ഇമാജിനറി ബൗണ്ടറി റീജിയൻ എന്ന് പറയുന്നത് കർമാൻ ലൈൻ ആണ്. അതിന് കർമാൻ ലൈൻ കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? തെർമോസ്ഫിയർ വരുന്നത്. തെർമോസ്ഫിയറിന് നമുക്ക് അയണോസ്ഫിയർ എന്നും പറയാൻ പറ്റും. കാരണം ഇവിടെ അയൺ പാർട്ടിക്കിൾസ്, അയണൈസ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ തെർമോസ്ഫിയറിന് നമ്മൾ വേറൊരു പേര് വിളിക്കാറുണ്ട്, അയണോസ്ഫിയർ. ആൻഡ് ഇവിടെ അയേൺസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഒക്കെ പോസിബിൾ ആവുന്നത് ഈ ഒരു അയണോസ്ഫിയർ അല്ലെങ്കിൽ തെർമോസ്ഫിയർ വഴിയാണ്. നമ്മുടെ എർത്തിൽ നിന്നുള്ള റേഡിയോ കമ്മ്യൂണിക്കേഷൻസിന് നമ്മൾ യൂസ് ചെയ്യുന്നത് അയണോസ്ഫിയർ അല്ലെങ്കിൽ തെർമോസ്ഫിയറിനെയാണ്. അതേപോലെ തന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാർ റേസ്. ഇവിടെ സൂര്യനിൽ നിന്ന് വരുന്ന സോളാർ റേസ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സോളാർ ഫ്ലെയേഴ്സ്, ഇന്റൻസ് ആയിട്ടുള്ള സോളാർ എമിഷൻസ് ആണ് സോളാർ ഫ്ലെയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സോളാർ ഫ്ലെയേഴ്സ് ഈ അയോൺസിൽ വന്നിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് ഈ നൈട്രജൻ ഓക്സിജൻ പോലുള്ള അയോൺസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് അറോറ ഫോം ചെയ്യുന്നത്. മോസ്റ്റ്ലി പോളാർ റീജിയനിൽ കാണപ്പെടുന്ന ഒരു ലൈറ്റിംഗ് ഫിനോമിനയാണ് എന്തെന്ന് പറയുന്നത്, അറോറ എന്ന് പറയുന്നത്. അത് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? സോളാർ ഫ്ലെയേഴ്സ് വന്നിട്ട് നമ്മുടെ തെർമോസ്ഫിയറിലുള്ള നൈട്രജൻ ഓക്സിജൻ അയോൺസുമായിട്ടൊക്കെ റിയാക്ട് ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്? അറോറ വരുന്നത്. ഈ വരുന്ന സോളാർ ഫ്ലെയേഴ്സിന് നമ്മുടെ റേഡിയോ കമ്മ്യൂണിക്കേഷനെ ഡിസ്റപ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കൂടെ ഉണ്ട്. പിന്നെ ഉള്ളതാണ് എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. ഇവിടെ എത്തിയപ്പോൾ തന്നെ തെർമോസ്ഫിയർ എത്തിയപ്പോൾ തന്നെ എന്തായി? ഔട്ടർ സ്പേസ് ആയി. ഇതില് നമ്മുടെ എർത്ത് അറ്റ്മോസ്ഫിയറിന്റെ ഏറ്റവും പുറത്തുള്ള ലെയർ ആണ് എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ ടെമ്പറേച്ചർ വളരെ കുറവായിരിക്കും. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്പേസ് സ്റ്റേഷൻ അല്ലെങ്കിൽ സ്പേസ് ഷിപ്സ് ഒക്കെ ലോഞ്ച് ചെയ്യാൻ. നമ്മുടെ സ്പേസ് സ്റ്റേഷൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. എർത്ത് സർഫസിൽ നിന്ന് 400 കിലോമീറ്ററിലാണ് നമ്മുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലേ? അപ്പൊ അതൊക്കെ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് ഈ എക്സോസ്ഫിയർ റീജിയനിലാണ്. സ്പേസ് ഷിപ്സും സ്പേസ് ക്രാഫ്റ്റ്സും ഒക്കെ ചെന്ന് ലാൻഡ് ചെയ്യുന്നത് നമ്മുടെ ഈ എക്സോസ്ഫിയർ റീജിയനിലാണ്. ഇതാണ് എർത്തിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ട്രോപ്പോസ്ഫിയർ ആണ് ക്ലോസസ്റ്റ്. അവിടെ എന്തുണ്ട്? വെതർ ആക്ടിവിറ്റീസും ബയോളജിക്കൽ ആക്ടിവിറ്റീസും ഉണ്ട്. ലാപ്സ് റേറ്റ് ഉണ്ട്. ടെമ്പറേച്ചർ ഡിക്രീസ് അത് എത്രയായിരുന്നു? 6.5 ഡിഗ്രീസ് പെർ കിലോമീറ്റർ. പിന്നെ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുന്ന ഒരു റീജിയൻ ആണ്. ഹൈറ്റിനനുസരിച്ച് ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യുന്ന ഒരു റീജിയൻ ആണ് എന്ത്? സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. അതിന്റെ റീസൺ എന്താണ്? ഓസോൺ ലെയർ UVനെ അബ്സോർബ് ചെയ്യുന്നതുകൊണ്ടാണ്. പിന്നെ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റ്സിനെ ഫ്ലൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇത് നിയർലി ഫ്രീ ഫ്രം വാട്ടർ വേപ്പർ ആൻഡ് ക്ലൗഡ്സ് ആണ്. ഇവിടെ ഉള്ളൊരു ക്ലൗഡ് ഏതാണെന്ന് പറഞ്ഞത് പോളാർ സ്ട്രാറ്റോസ്ഫിയറിക് ക്ലൗഡ്സ്. അത് എപ്പോഴും ഉണ്ടാകും എന്നല്ല, ബട്ട് അത് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് ഇറ്റ് ഇസ് നിയർലി ഫ്രീ ഫ്രം ക്ലൗഡ്സ് ആൻഡ് വാട്ടർ വേപ്പർ. അടുത്തതാണ് മീസോസ്ഫിയർ എന്ന് പറയുന്നത്. നമ്മുടെ പുറത്തുനിന്ന് വരുന്ന റോക്സ് ഒക്കെ ബേൺ ചെയ്ത് മീറ്റോസ് ആവുന്ന ഏരിയ ആണ് മീസോസ്ഫിയർ എന്ന് പറയുന്നത്. ഇവിടെ ടെമ്പറേച്ചർ കുറയുവാണ് ചെയ്യുന്നത്. ട്രോപ്പോസ്ഫിയർ പോലെ തന്നെ ഹൈറ്റിനനുസരിച്ച് ടെമ്പറേച്ചർ കുറയുവാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു റീജിയൻ ഇസ് ലാർജ്ലി ഫ്രീ ഫ്രം ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ക്ലൗഡ്സും വാട്ടർ വേപ്പറും ഒക്കെ എവിടെ എത്തിയപ്പോൾ നിന്നു? സ്ട്രാറ്റോസ്ഫിയർ എത്തിയപ്പോൾ നിന്നു. മീസോസ്ഫിയറിലാണെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എഫക്റ്റ് കുറവായിരിക്കും. ആൻഡ് തെർമോസ്ഫിയർ അല്ലെങ്കിൽ അയോണോസ്ഫിയർ എന്ന് പറയുന്നത് ചാർജ്ഡ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ അയോൺസ് ഉള്ള ഏരിയ ആണ്. ഈ ഏരിയ ഭയങ്കര ഹൈ ടെമ്പറേച്ചർ ഉള്ള ഏരിയ ആണ് തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് റേഡിയോ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. സോളാർ ഫ്ലെയേഴ്സ് അല്ലെങ്കിൽ സോളാറിൽ നിന്ന് വരുന്ന സ്റ്റോംസ് എന്ത് ചെയ്യും? നമ്മുടെ ഈ ഒരു എർത്തിനെ ഈ അയോണോസ്ഫിയർ അല്ലെങ്കിൽ തെർമോസ്ഫിയറിൽ ഇമ്പാക്ട് ചെയ്തിട്ട് അറോറ ഫോം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ റേഡിയോ കമ്മ്യൂണിക്കേഷനെ ഡിസ്റപ്റ്റ് ചെയ്യുകയും ചെയ്യും. ലാസ്റ്റ് ലെയർ ആണ് അല്ലെങ്കിൽ ഏറ്റവും പുറത്തുള്ള ലെയർ ആണ് എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. ഔട്ടർ മോസ്റ്റ് ലെയർ ആണ്. അവിടെ ഉണ്ടാകുന്നത് വെരി ലൈറ്റ് ഗ്യാസസ് ലൈക്ക് ഹൈഡ്രജൻ ആൻഡ് ഹീലിയം.
ഹൈഡ്രജൻ ഹീലിയം പോലുള്ള ലൈറ്റ് ഗ്യാസസ് ആണ് ഇവിടെ കാണപ്പെടുന്നത്, എക്സോസ്ഫിയറിൽ കാണപ്പെടുന്നത്. കാരണം എന്താണ്, ഡെൻസ് ആയിട്ടുള്ള ഗ്യാസസ് ആണെങ്കിൽ അത് താഴ്ന്നു വന്ന് നമ്മുടെ എർത്ത് സർഫസിനോട് ചേർന്ന് നിൽക്കും. ലൈറ്റർ ഗ്യാസ് ആകുമ്പോൾ അത് പൊങ്ങിപ്പോയിട്ട് ഏറ്റവും മുകളിലുള്ള ഏറ്റവും ഔട്ടർ ലെയേഴ്സിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ഹൈഡ്രജൻ ഹീലിയം പോലുള്ള ലൈറ്റർ ഗ്യാസസ് കാണപ്പെടുന്നത്. ഇവിടെയാണ് സാറ്റലൈറ്റ്സ് ഓർബിറ്റ് ചെയ്യുന്നത്. അതേപോലെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അറ്റ് 400 kilometers ഫ്രം എർത്ത് സർഫസ്. ഇനി ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ കുറേ ലെയേഴ്സ് ഉണ്ട്. ഈ ലെയേഴ്സിൽ തന്നെ ഒരു ഫസ്റ്റ് 100 kilometers ഈ ഗ്യാസസ് എല്ലാം ഒരു മിക്സ് ആയിട്ടായിരിക്കും, ഒരു യൂണിഫോം മിക്സ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. ഹൈഡ്രജൻ ഉണ്ടാവും, ഹീലിയം ഉണ്ടാവും, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, വാട്ടർ വേപ്പർ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. എല്ലാ ഗ്യാസസ്, നൈട്രജൻ, ഓക്സിജൻ, അങ്ങനെ എല്ലാ ഗ്യാസസിന്റെയും ഒരു യൂണിഫോം മിക്സ് ആയിരിക്കും ഒരു ഫസ്റ്റ് 100 kilometers നമ്മൾ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനെ ഹോമോസ്ഫിയർ എന്ന് പറയും. അതായത് എല്ലാ ഗ്യാസസിന്റെയും കൂടെ ഒരു യൂണിഫോം മിക്സ്, അതാണ് ഹോമോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ ഒരു 100 kilometer കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ലൈറ്റർ ഗ്യാസസിന് മാത്രമേ അവിടെ എക്സിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ. അതും അവരുടെ ലൈറ്റ്നെസ്സിനനുസരിച്ച് ഓരോരോ ലെയർ പോലെ ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. അതായത് ഒരു ലെയറിൽ ഇപ്പൊ ഹീലിയം മാത്രം, അതിന് തൊട്ട് മേളത്തെ ലെയറിൽ ഹൈഡ്രജൻ മാത്രം, അങ്ങനെ ലൈറ്റ്നെസ്സിനനുസരിച്ച് ഓരോ ലെയേർഡായിട്ട് നമ്മുടെ മിക്സിങ് വളരെ കുറവായിട്ടുള്ള ലൈറ്റർ ഗ്യാസസിന്റെ റീജിയനെയാണ് നമ്മൾ ഹെട്രോസ്ഫിയർ എന്ന് പറയുന്നത്.